ഇനി നമുക്ക് പുതിയ മെമ്പേഴ്സ് ഒക്കെ ഇനി അടുത്ത് തന്നെ ഉണ്ടാവോ? ഇലക്ഷൻ ഒക്കെ നടക്കും. ഇലക്ഷൻ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പം ജൂണിലാണ് പുതിയ ജനറൽ ബോഡി കൂടുന്നത്. അപ്പോൾ ആ ജനറൽ ബോഡിയിൽ മെജോറിറ്റി പറയുകയാണ് പുതിയൊരു ഇലക്ഷൻ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു ഇലക്ഷൻ എന്തായാലും വേറൊരു ഡേറ്റിൽ ഉണ്ടാവും. അത് ജനറൽ ബോഡിയാണ് തീരുമാനിക്കുന്നത്. മോഹൻലാൽ തന്നെ ആയിരിക്കോ പ്രസിഡന്റ് ആയിട്ട്? അറിയില്ല, നമ്മുടെ ജനറൽ ബോഡി കൂടുന്നത് അതിനാണ്. ഇനി ഒരു സ്ത്രീ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അൻസിബയൊക്കെ നമുക്ക് ആ സ്ഥാനത്തിന് കാണാൻ പറ്റുമോ? ഞാൻ ആ സ്ഥാനത്തേക്ക് വരാൻ മാത്രം മുതിർന്ന ഒരാളോ അല്ലെങ്കിൽ അത്രയ്ക്ക് കേപ്പബിലിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് സ്വയം തോന്നിയിട്ടില്ല. അല്ല, അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി പോലെ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. അത് എനിക്ക് എൻ്റെ സംഘടനയിലുള്ള എല്ലാവരും സ്നേഹത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ വരട്ടെ. ശ്വേത ചേച്ചി വൈസ് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. സ്ത്രീകൾ വരട്ടെ. അപ്പോൾ സ്ത്രീകൾ മാത്രം വരട്ടെ അല്ലെങ്കിൽ പുരുഷന്മാർ വരട്ടെ. ഞാൻ ഒരിക്കലും ജെൻഡർ അങ്ങനെ ബയസ്ഡ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. വ്യക്തികളായിട്ട് ഒരു ഇന്ന വ്യക്തിക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി ഇന്നത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളാണ് ഞാൻ. നമ്മുടെ സംഘടനയിൽ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ വരട്ടെ. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സ്ഥാനത്തിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.